ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. അപ്പം നമ്മൾ രജുകുട്ടിക്ക് സ്കൂളിൽ നിന്ന് ടാഗ് കിട്ടിയില്ലേ? കേട്ടോ, അവളുടെ ടാഗ് നമ്മുടെ പാത്തുക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്ന് പരിപാടിയാണ് കേട്ടോ. സോണസദ്യ ഉണ്ടാകാൻ പോവുകയാണ് ഞങ്ങൾ. പാത്തോട്ടി ഓണസദ്യ ഉണ്ടാകുമല്ലേ? ഞാനിതാ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും പാത്തുക്കുട്ടി പോകണല്ലേ, പോവല്ലേ, സുന്ദരിയായിട്ട് പോകല്ലേ. വലിയ പൊട്ടൊക്കെ കുത്തിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിൻഷുമോള് വരുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ രണ്ടാളും കൂടാണ്ട് വലിയ 2-3 ആൾക്ക് കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചക്ക് അവിടെ നിന്ന് സദ്യയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പാത്തുമ്മക്കുട്ടൻ്റെ സ്കൂള് ഞാൻ ഫുള്ളായിട്ട് വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങണതും പിന്നെ അവിടെ പോയി ഇറങ്ങണതും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുറച്ച് ദൂരമുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക്. നമ്മൾ പുതിയ വീടായതുകൊണ്ട് പിന്നെ അധികം ഓണപ്പരിപാടിയാണ്, അധികം ഒരു ഉഷാറൊന്നും കാണാനില്ല. പിന്നെ നമ്മളിതാ അവിടെ എത്തി. ഞാനും ഫാത്തിമയും കൂടാണ്ട് 2-3 ആൾക്കാർക്ക് വരാം കേട്ടോ, ഫാമിലിയിൽ നിന്ന്. പ്രിൻഷിമോളും റിയാസ്ക്കൊന്നും എന്തോ വന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ വന്നു. അല്ലെങ്കിൽ വരികയില്ല കേട്ടോ, ഏത് കൊല്ലം വരൂല. ഇവിടെ വന്നിട്ട് 3 കൊല്ലം ആയിക്കണം. ആദ്യമായിട്ടാട്ടോ ഇക്കൊല്ലം ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണത് റിയാസ്ക പ്രിൻഷിമോളൊക്കെ. ഇല്ലെങ്കിൽ ഞാനും പാത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ചെറിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ട്. പിന്നെ പരിപാടിക്കുള്ള കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ മറ്റേ ഓണപ്പാട്ടുണ്ടല്ലോ അതും, പിന്നെ കൈകൊട്ടിക്കളി പോലത്തെ അധികം പരിപാടികളൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് 1-2 പരിപാടി മാത്രം. അപ്പം അതിനുള്ള കുട്ടികളാട്ടത്. അവൻ്റെ ഈ ഓണത്തിൻ്റെ ഓരോ ഇതുണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ഓരോ മാവേലി, ചെറിയൊരു മാവേലി, അങ്ങനെ ഒരുപാട് പരിപാടിയൊന്നുമില്ല. ഗംഭീരമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. എല്ലാ കൊല്ലം നടത്തുന്നത് പോലെ പ്രാവശ്യം ഉണ്ടാവും. ആൾക്കാർക്കൊന്നും ആർക്കും ഒരു ഉഷാറൊന്നും കാണാനില്ല കേട്ടോ. പോയത്ര ഒരു ഉഷാറൊന്നും ആർക്കും ഇല്ല തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കണ്ടിട്ട്. പിന്നെ അതാ വിളക്ക് കത്തിച്ചു. പിന്നെ ഇതാ ഓരോരുത്തരിനെ പൊന്നാട കൊടുത്ത് സ്വീകരിക്കുക കേട്ടോ. അവിടുത്തെ വലിയ ആൾക്കാരാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പരിപാടിയിലേക്ക് കടന്നു. കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ കുട്ടികൾ തന്നെ കേട്ടോ പരിപാടിക്കുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളിനൊക്കെ പരിപാടിക്ക് എല്ലാവരും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പാത്തുക്കുട്ടി പരിപാടിക്കില്ല കേട്ടോ. ഇപ്രാവശ്യം ചോറിന് വരുന്നൊന്നും ഇപ്രാവശ്യം എടുത്തിട്ടില്ല. പിന്നെ ഇത് ഫാത്തിമക്കുട്ടി ആദ്യമായിട്ട് ചേർന്ന ക്ലാസ്സാട്ടോ. അപ്പോൾ അതാണ് അങ്ങനെ നോക്കണത്. മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അവൻ്റെ പേരൊക്കെ മാറി. ക്ലാസ് മുഴുവൻ ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാത്തിമക്കുട്ടി ഈ ക്ലാസ്സിലാട്ടോ ഫസ്റ്റായിട്ട് വന്നത്. പിന്നെ അധികം പരിപാടിയൊന്നുമില്ല കേട്ടോ, ആകെ 2 പരിപാടി. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കൊടുക്കാനായിട്ടോ. അപ്പം ഞാൻ കുട്ടികൾക്ക് ആദ്യം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സുഖമില്ലാത്ത കുട്ടികൾ നമ്മുടെ പാത്തുക്കുട്ടിനെ പോലെ, അപ്പോൾ അവരവരുടെ ക്ലാസ്സിൽ എത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. അവൾ കുറച്ചൊക്കെ കഴിക്കും, പിന്നെ എടുത്ത് എറിയാൻ തുടങ്ങും. അപ്പം ഞാൻ ഒപ്പം നിന്ന് വാരിക്കൊടുത്തു കേട്ടോ, അത്യാവശ്യം കുറച്ചൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ മുകളിലാട്ടോ, ഞാനും റിൻഷിമോളും റഹീസ്കുട്ടി മുകളിലാട്ടോ പോയിട്ട് വെച്ച്. റിയാസ്ഖാനെ വിളിച്ചപ്പോൾ റിയാസ്ക എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ റിയാസ്ക വരുമ്പോൾ 2 മണിയായിട്ടോ, 1:30 കഴിയാനായിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പലതരം കറികൾ എല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1 2 3 4 5 6 7 8 9 10 എന്ന് 12 13 14 കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനന്ന് എണ്ണിയൊന്നുമില്ല. പിന്നെ ചോറ്, നല്ല അടിപൊളി പാലട പായസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക,
നമുക്ക് ആശ്വാസമായിട്ട് കഴിക്കാം കേട്ടോ. അവൾക്ക് ഫുള്ളായി കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാം. പഴം പഴുപ്പിച്ചത് എല്ലാം ഉണ്ട് കേട്ടോ, ഇഞ്ചിപ്പുളി അച്ചാറ് അങ്ങനെ. അപ്പം ഞങ്ങൾ 3 ഒപ്പമായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലം നമുക്ക് ഓണം വരുന്നത് കൊണ്ട് ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ സദ്യ കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും സദ്യ പൂതിക്ക് നമുക്ക് സദ്യയൊക്കെ കിട്ടി കേട്ടോ. ഇനി സദ്യനോട് വലിയ ഇഷ്ടം കേട്ടോ എനിക്ക്. നമ്മൾ എല്ലാ കറികളും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു സാമ്പാറും ചോറും പപ്പടവും അവിയൽ തോരൻ പറഞ്ഞ പോലെ അങ്ങനെ നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചിപ്സ് ചക്കര വരട്ടി അങ്ങനെ അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം വയറ് ഫുള്ളായിട്ടൊക്കെ കഴിച്ചു. പിന്നെ പായസമൊക്കെ കുടിച്ചു. അങ്ങനെ ഇതാ അവിടെ വന്നിരിക്കുക കേട്ടോ. ഈ പാത്തക്കുട്ടനെ വിളിച്ച് റിയാസ്ക്ക് വന്ന റിയാസ്ക്കും കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പോകും കേട്ടോ. അങ്ങനെ റിയാസ്ക്ക് വന്നു, കഴിച്ചു, ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ അറിയാലോ നമ്മുടെ പണികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ വന്നതാ കുക്കറിൽ വേഗം ചോറ് വെച്ചു. പിന്നെ നമ്മൾ വെണ്ടിക്കക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ വെച്ചു ഞാൻ. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇട്ട് മോട്ടർ പിടിച്ചു. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. നമുക്ക് വന്നാലും റെസ്റ്റ് ഒന്നുമില്ല, പണി തന്നെയായിരിക്കും കേട്ടോ. പിന്നെ പണി ഉണ്ടെങ്കിൽ കടന്നാൽ കിടപ്പ് കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക്. അങ്ങനെ ഇതാ തീരുമാനമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മെഷീനിലിട്ട് കംഫർട്ടൊക്കെ ഇട്ട് ഊരിയിട്ട് അങ്ങനെ ഉണങ്ങാനിടും. പിന്നെ ഇന്നത്തിരി വെയിലടിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് തുണികളൊക്കെ ഉണങ്ങാനിടാൻ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക കേട്ടോ, വീഡിയോ കാണുന്നവർ എല്ലാവരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. ടാറ്റാ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.